പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, പന്തക്കുസ്ത തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് പന്തക്കുസ്ത അനുഭവം ഉണ്ടാകുന്നതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. യേശുനാഥൻ ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം പിതാവിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സിഹിയോൻ ഊട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന പരിശുദ്ധ മാതാവിൻ്റെ മേലും ശ്ലീഹന്മാരുടെ മേലും തീ നാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവിനെ അയച്ചു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതായി തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നാം ഓരോരുത്തരിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ഉണ്ടാകും. ജോയൽ 2:28 ജോയൽ പ്രവാചകനിലൂടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ലൂക്കാ 24:49 യേശു പറഞ്ഞു, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്നും ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. സ്വർഗത്തിൻ്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സമ്മാനമാണ്. പരിശുദ്ധാത്മാവിനായി നാം ദാഹിച്ച് പ്രാർത്ഥിക്കണം. ദൈവം നമുക്ക് സമൃദ്ധമായി പരിശുദ്ധാത്മാവിനെ വർഷിക്കും. യോഹന്നാൻ 7:35 യേശു പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യോഹന്നാൻ 4:14 യേശു പറഞ്ഞു, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് വെള്ളം കുടിക്കേണ്ടി വരികയില്ല, ഒരിക്കലും അവനെ ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവാണ് നമ്മെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു നിറയുമ്പോൾ നാം ശക്തി പ്രാപിക്കുകയും യേശുവിന് സാക്ഷികളായി മാറുകയും ചെയ്യും. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ ഗ്രഹിക്കുവാൻ നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാനുള്ള ശക്തി, ധൈര്യം ഇവയെല്ലാം നമുക്ക് ലഭിക്കും. മത്തായി 5:44 യേശു പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ശത്രുക്കളെ, നമ്മെ പീഡിപ്പിക്കുന്നവരെ സ്നേഹിക്കുവാനും അവർക്ക് നന്മകൾ ചെയ്യുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉള്ള കഴിവ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു നിറയുവാൻ വേണ്ടിയാണ് നാം അനുദിനം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയും. പരിശുദ്ധാത്മാവിന് നമ്മിൽ വസിക്കണമെങ്കിൽ അശുദ്ധമായ പാപമാലിന്യമെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റുവാനുള്ള തീരുമാനമെടുക്കുകയും അനുതപിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങുകയും ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.